ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഷോപ്പിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇക്കന്ന് മേപ്പാടി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇക്കാക്ക്. അപ്പം പിന്നെ എന്താക്കി, ആൾ മേപ്പാടി എന്തായാലും കാറും കൊണ്ടല്ലേ പോകുന്നത്, എന്നാൽ പിന്നെ നമുക്കും കൂടി പോകാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ, കാരണം ഇനിയിപ്പോൾ ഇക്കാക്ക് ലീവ് കിട്ടുമോയെന്ന് അറിയില്ല. പിന്നെ എല്ലാവരും നമ്മൾ ഓട്ടോ ഒക്കെ പിടിച്ച് താഴെ വരെ ഇറങ്ങി പോകണ്ടേ. അപ്പം പിന്നെ വിചാരിച്ചു ഇക്കാൻ്റെ ഒപ്പം തന്നെ അങ്ങ് പോകാമെന്ന് കേട്ടോ. അപ്പോൾ ഇതാ വണ്ടിയിൽ രാവിലെ തന്നെ ഒരു 9:30 ആയപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ മേപ്പാടി എത്തി. അപ്പോൾ ആൾ ഞങ്ങളെ അവിടെ സ്റ്റാൻഡിൽ ഇറക്കി തരും കേട്ടോ. പിന്നെ ഇക്ക തിരിച്ചു വരുമ്പോഴാണ് നമ്മളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ തലേദിവസം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് ചെരുപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം നല്ലോണം ലേറ്റായി. നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ വേറൊരു ദിവസം എടുക്കാം, കാരണം നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പോയിട്ടുള്ളതായിരുന്നു. അപ്പം പിറ്റേ ദിവസം രാവിലെ തന്നെ അങ്ങനെ ഈ പരിപാടിയും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൗണിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതാ ആദ്യം തന്നെ ഇച്ചുവിനുള്ള ഷൂസാണ് കേട്ടോ എടുക്കുന്നത്. ഏതാ പിന്നെ നിലത്തിരുന്നിട്ടുണ്ട്. നിലത്ത് കുറേ ബോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പം ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ആളെന്താക്കി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പം ഇച്ചുവിന് ഓരോ കളേഴ്സും ഇട്ട് നോക്കുന്നുണ്ടോ. അപ്പോൾ ചിലത് കുഴപ്പമില്ല. അപ്പം ഓൻ്റെ വേറെ ചെരുപ്പുകളൊക്കെ നാശമായിട്ടോ. അപ്പം അതിൻ്റെ തൊട്ട് വലുതാണ് കേട്ടോ നമ്മളിപ്പോൾ എടുക്കുന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ ഉമ്മാക്കും കൂടി നോക്കുകയാണ്. ഉമ്മാക്ക് ഷൂസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് നോക്കിയിരുന്നു, പക്ഷേങ്കിൽ എനിക്ക് പറ്റിയത് കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറേ ആദ്യം എന്താ പറയുക പീച്ച് കളർ നോക്കി, പിന്നെ അയച്ചാൽ അതിൻ്റെ വൈറ്റ് അതിനെക്കാട്ടും ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വൈറ്റ് അന്വേഷിച്ചു കേട്ടോ. പക്ഷെ വൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ കുറേ ഷൂസുകളും ചെരുപ്പുകളൊക്കെ നോക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക വന്നു, ഇക്കാക്കുള്ള ചെരുപ്പ് കൊടുത്തു. പിന്നെ നമ്മൾ നേരെ പോവാണ് കേട്ടോ. അതിനെ പോകുന്ന വഴിക്കിൽ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇക്കാൻ്റെ ചെരുപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഇൻഷാല്ല പെരുന്നാൾക്ക് കാണിച്ചു തരും കേട്ടോ, സർപ്രൈസ് ആയിക്കോട്ടെ. ഇതിൽ ആരെ ഇതും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഇൻഷാല്ല നമ്മൾ പെരുന്നാൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ, അതിലുണ്ടാകും. പിന്നെ അങ്ങനെ ഇതാ ഇക്ക കാറ് വീട്ടിൽ വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആളിതാ സ്കൂട്ടിയൊക്കെ എടുത്ത് വന്നിട്ട് ഇനി തിരിച്ച് ഷോപ്പിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പം പോകുന്ന സമയത്ത് ഇതാ ഇച്ചുവിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. പിന്നെ തിരിച്ചു വരുമ്പം ആളെ നമ്മളെ അടുത്തേക്ക് ആക്കി എന്നിട്ട് ഇക്ക വേഗം ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആൾ സെക്കൻഡ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി കേട്ടോ. അപ്പം ഇന്നിപ്പം 10:30 ആയപ്പോഴത്തേക്ക് ആൾ തിരിച്ചു പോവുകയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഞങ്ങളിതാ ഇറങ്ങി. ഇനിയിപ്പം ഫാൻസി നോക്കണം കേട്ടോ, അതൊക്കെയുള്ള ഫാൻസി നോക്കണം. അതുപോലെ തന്നെ എനിക്ക് ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എനിക്കുള്ള ചെരുപ്പും കൂടി നോക്കാം. അപ്പം നമ്മൾ ഈ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു ഷോപ്പ് അന്വേഷിച്ച് നടന്നു, പക്ഷേങ്കിൽ അവിടെ ആ ഷോപ്പിലിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ കുറേ ഫാൻസികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ആ ഫാൻസി നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്തായാലും മാലയൊക്കെ ഫാൻസിനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. മാലയും വളയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അപ്പം ഇപ്പം ആരും സ്വർണ്ണമൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഓക്കും ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള മാലയും വളയൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ചെറുതായതുകൊണ്ട് തന്നെ ഓക്ക് പറ്റിയിട്ടുള്ള കുറേ കളേഴ്സൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ബ്ലാക്ക് തന്നെയായിരുന്നു കേട്ടോ എടുത്തത്. ചെറിയ സൈസ് മാലയായിരുന്നു, ബ്ലാക്കും അതുപോലെ തന്നെ വളയും ബ്ലാക്ക് തന്നെയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ എടുത്തു. പിന്നെ അതാ എനിക്കും ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ അപ്പം എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇച്ചു ഏതൊക്കെ കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് തിരക്ക് പിടിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ വരുന്ന വെഹിക്കിൽ ഇതാ മീനും വാങ്ങി, അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കറിക്ക് വേണ്ടിയിട്ട്. കാരണം നോമ്പ് തുടങ്ങി പിന്നെ ഇറച്ചി കഴിച്ചിട്ട് എല്ലാവരും എടുത്തു കേട്ടോ. ബീഫും ചിക്കനൊക്കെ എടുത്തു. പിന്നെ ഇക്കാക്കും ഉമ്മാക്കൊന്നും വേണ്ടതാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ മീൻ വാങ്ങാൻ വെച്ചിട്ട് അവിടെ ഇറങ്ങിയിട്ട് അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയിലൊക്കെ വാങ്ങി പിന്നെ സെലിക്കാക്കാനെ വിളിച്ചു കേട്ടോ തിരിച്ചു വരുമ്പോൾ. അങ്ങനെ പിന്നെ കാക്കാൻ്റെ വണ്ടിയിൽ തന്നെ പോവാണ്. കാക്കാൻ്റെ അടുക്ക് നമ്മളെ നോക്കിയിട്ട് വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓട്ടം വന്ന സമയത്ത്. പക്ഷേങ്കിൽ നമ്മൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ ഏട്ടനും ഇല്ലായിരുന്നു കേട്ടോ. അവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കാക്കയോടെ നമ്മളാക്കി തന്നു. പിന്നെ ആൾ പെട്ടെന്ന് തന്നെ പോയിട്ടോ, കാരണം ഉച്ചയാകുമ്പോഴത്തേക്ക് വേറെ ഏതോ ഓട്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ വേഗം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ട് കേട്ടോ, 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോയാൽ സമയം പോകുന്നത് അറിയില്ലല്ലോ. പിന്നെ അതാ ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴത്തേക്ക് നല്ലോണം മഴക്കാറ് മൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ദോശക്കുള്ളത് അരച്ച് വെക്കാണ്. ഉച്ചയ്ക്ക് തന്നെ മഴക്കാറൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴയാണ് കേട്ടോ ഞങ്ങളവിടെയൊക്കെ. അപ്പോൾ നിങ്ങളവിടെ മഴ പെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ
അലക്കലും പണികളൊക്കെ രാവിലെ തീർത്തിട്ടാണ് നമ്മൾ പോയത്. അതിനെ കൊണ്ട് പിന്നെ വന്നിട്ട് വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല, നമ്മളെല്ലാവരും റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ മക്കളൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. പിന്നെ അതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഇടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് സുലൈഖാത്ത തന്നതായിട്ടായിരുന്നു കേട്ടോ, ഉമ്മാക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പം ഭയങ്കര ചെറുതാണ്. അപ്പം എന്താ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിനെ കൊണ്ട് ഒരു സ്നാക്സും ഉണ്ടാക്കുക, പിന്നെ അതുപോലെ തന്നെ ഉപ്പേരിയും വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ പൊളിച്ചൊക്കെയൊക്കെ നമ്മൾ വേറെ ഉപ്പേരി ഒന്നും വെക്കണ്ടല്ലോ, ഇപ്പം എന്തായാലും ചക്ക ഉണ്ടല്ലോ, അപ്പോൾ നാശാക്കിയുള്ളതെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിപ്പം ഏട്ടൻ്റെ വീട്ടിൽ നോമ്പ് പറയാൻ്റെ സമയത്ത് തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ, നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ ഇതൊക്കെ ചെത്തിയെടുക്കാണ്ട്. അപ്പം ഇത് ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ സാധനം ഞാൻ പോക്കുന്നില്ല കേട്ടോ, അതോടുകൂടി വെക്കാണ്. പിന്നെ പല വീഡിയോസിലായിട്ടും ഈ ഡോക്ടേഴ്സൊക്കെ പറയും നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇതിൽ ചക്കയിലൊന്നും നമ്മളൊന്നും കളയാനില്ല, അതൊക്കെ എന്താ നമ്മളെല്ലാം കഴിക്കണം എന്നുള്ളത് പറയുന്നൊക്കെ കേൾക്കലുണ്ടോ. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒന്നും കളയുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ വിസിലടിപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു 2 വിസിലൊക്കെ ആട്ടോ അടിപ്പിക്കുന്നത്, കാരണം ചെറിയ ചക്ക ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്തോളും. പിന്നെ ഈ വേവിച്ച് ഇതിന് ശേഷം കേട്ടോ സ്നാക്സിനുള്ളതൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പിന്നെ അത് അവിടെ വെച്ചു. പിന്നെ അത് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് ഞാനിപ്പം ദോശ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നീർദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ഈ ദോശക്കൊക്കെ ഭയങ്കര പഞ്ചാണ് കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ എപ്പോഴും പത്തിരിയും കുഞ്ഞുപത്തിരിയും അതുപോലെ തന്നെ ബാക്കിയുള്ള എണ്ണക്കടികളൊക്കെ കഴിക്കുമ്പം ഈ സിമ്പിളായിട്ടുള്ള ഫുഡിനോടാണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും താല്പര്യം. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം നീർദോശ ഉണ്ടാക്കാം. ഇപ്പം നോമ്പിന് 2 പ്രാവശ്യമായിട്ടും നീർദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മടുപ്പാണ്, ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കും കേട്ടോ. ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ ആർക്കും ഇതിനോട് താല്പര്യം ഉണ്ടാവും. ഇക്കൊക്കെ എന്തായാലും പറയും ദോശയാണോ, ദോശ വേണ്ടാന്ന് പറയും കേട്ടോ. ആൾക്ക് എല്ലാത്ത സമയത്ത് ദോശയൊന്നും വലിയ താല്പര്യമില്ല, പക്ഷെ നോമ്പിൻ്റെ സമയത്ത് ഒരിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ. അങ്ങനെ പിന്നെ ദോശ ഉണ്ടാക്കി, പിന്നെ അത് ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ചക്കയും വന്നിട്ടുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ അത് വറവിടുകയൊക്കെ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇടിച്ചക്കയും കൊണ്ട് നമ്മളിന്നൊരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കടലമാവും അതുപോലെ തന്നെ ഇത്തിരി മൈദയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ബജിൻ്റെ മാവ് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് കിട്ടുമല്ലോ, ആ ഒരു മാവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ മാത്രമല്ല നമ്മൾ ഈ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഇടിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യും കൂടിയും ചെയ്യും, മസാല പോലെ ആക്കിയിട്ട് പൊരിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു പൊരിച്ചത്. പക്ഷെങ്കിൽ എരിവ് അധികം ഇടാത്തതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ ചക്കയിലും ആകെ ഉപ്പിട്ട് വേവിക്കുന്നതല്ലേ ഉള്ളൂ, വേറെ എരിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ചും കൂടി എരിവുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് തോന്നിട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവോട് കൂടിയിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അധികം എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കൂല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇടിച്ചക്കയും കൂടി ഉപ്പേരിട്ട് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടിച്ചക്കയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഇനി അടുക്കള ക്ലീൻ ചെയ്യാണ്. അപ്പം ഓരോ പണി ചെയ്യുമ്പോഴും ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പം ജ്യൂസിൻ്റെ പരിപാടി മാത്രമല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള മുന്തിരിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അടുക്കളയൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതാ മുന്തിരി ജ്യൂസൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം അത് ഇന്നിപ്പം മുന്തിരി ജ്യൂസ് ആക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം കുറച്ച് ആപ്പിളും ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ കഴിക്കാനും വെക്കാം. പിന്നെ ഇപ്പം ആ ചായയും വെക്കാം കേട്ടോ. ഒരു 6:15 കഴിഞ്ഞതിന് ശേഷമാണ് ചായം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം മഞ്ഞപ്പൊടി എടുക്കാം കേട്ടോ, കാരണം കുപ്പിയത്തെ മഞ്ഞപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതാ അതൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് താഴേക്ക് വെച്ചിട്ടില്ല ഞാൻ, കാരണം ഓർമ്മയുള്ള സമയത്താണ് കേട്ടോ ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇനിയിപ്പം നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കറിയൊക്കെ വിട്ടും. പിന്നെ പിറ്റേ ദിവസം കറി വെക്കുമ്പോഴായിരിക്കും കേട്ടോ എടുക്കേണ്ട കാര്യം ഓർമ്മയില്ല. അപ്പം പിന്നെ ഓർമ്മ ഉള്ള സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ കുപ്പിയിലൊക്കെ ആക്കിയിടുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ആപ്പിളും മുന്തിരിയും അതുപോലെ തന്നെ വത്തക്കയായിരുന്നു കേട്ടോ. പിന്നെ അതാ എസയും ഉമ്മയൊക്കെ കൂടിയിട്ട് കോഴിക്കളുണ്ട് കേട്ടോ പുറത്ത്. അപ്പം കോഴി വരുന്ന നോക്കി നിൽക്കിയിരുന്നു. പിന്നെ അപ്പോഴേക്കും ഞാനിതാ ടേബിളിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. 6:35 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6:40 ആകുമ്പോഴത്തേക്ക് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ചക്ക പൊരിച്ചതും അതുപോലെ തന്നെ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഇപ്പം അങ്ങനെ പറഞ്ഞത്, കുറച്ചും കൂടി മെരിവ് കൂട്ടുക കേട്ടോ. പിന്നെ അതാ ഫ്രൂട്ട്സ് അതും സെറ്റ് ചെയ്തു. പിന്നെ നമ്മളെ ദോശ, പിന്നെ മീൻ കറി, അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പം കഴിക്കില്ല കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ജ്യൂസും ചായയും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ, എണ്ണക്കടിയും കൂട്ടിയിട്ടാണ് കഴിക്കുക. പിന്നെ കഴിക്കലൊക്കെ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.